Aliens. അമ്മേ ചായ. അയ്യോ നീ കുടിച്ചാ? ഞാൻ കുടിച്ചു. കനകന അവിടെ ക്ലീറ്റേഴ്സായിട്ട് എന്തോ സംസാരിച്ചോണ്ടിരിപ്പുണ്ട്. അമ്മാവനല്ലേ? വിഷമിച്ചാണല്ലോ. എന്താ അങ്ങനെ? അവനെന്താ പറ്റി? നിലത്തോട് നോക്കി വരുന്നു. അവനെ പോലെ ഇതിങ്ങനെ നിലത്തോട്ട് നോക്കി വരുന്നു. എന്താടാ വിഷമിച്ചു വരുന്നത്? ചായ എടുക്കട്ടെ? വേണ്ട. എന്താ വിഷമം? ഒന്നുമില്ല. എടാ കാര്യം എന്താണോ വെച്ചാ പറ. ഒന്നുമില്ല പറഞ്ഞില്ലേ? ഒന്നുമില്ല, എന്തോ ഉണ്ട്, പറ. ഗിരിജേനെ കല്യാണം കഴിക്കണ്ടായിരുന്നു അല്ലേ? കല്യാണം കഴിക്കണം. ഇത് അവൾക്കിപ്പോ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലേ. ഏത് നേരം ബന്ധുക്കളുടെ വീട്ടിലേക്ക് വിരുന്ന് നോക്കും, അമ്പലം ചുറ്റിലൊക്കെ. എടാ ഭാര്യമാരെ തറയിൽ വെച്ച് വേണം താലോലിക്കാൻ, അല്ല തലയിൽ വെച്ചല്ല. അങ്ങനെയാ ഇങ്ങനെയൊക്കെ വരും. ആദ്യം അവൾ അങ്ങനെ ആയിരുന്നില്ല, ഇപ്പഴാ കൊറേയിട്ട് അങ്ങനെ. നീ അനുഭവിച്ചോ? 4 ദിവസമായി പോയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഞാൻ എങ്ങനെ ജീവിക്കണം, അതൊന്നും അവൾക്കൊരു ശ്രദ്ധ. ഹോട്ടലിൽ നിന്നാ 4 ദിവസമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കും. നിന്റെ കഴിവുകള്. അമ്മ ഒന്നും ഉണ്ടായിരുന്നേ, ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതാണ്. അമ്മായിനെ വിളിച്ചിരുത്തി ഒന്ന് ഈ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ. മുതുകളവിയായ അവളെയാണ് ഇനി കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഞാൻ നിന്നെ കൂട്ടാൻ പറയത്തുള്ളൂ. പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്തണമായിരുന്നു. നീ അടുത്തൊക്കെ തലയിൽ വെച്ച് അതിന്റെ ഫലമാണ് നീ അനുഭവിക്കുക. നീ അനുഭവിക്കും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഷാജി നമുക്കൊരു 10 രൂപ വരെ കൊടുക്കാം ഷാജി. അതിൽ കൂടുതൽ വാടക താങ്ങൂല. ഇവിടെ ഈ 14 രൂപ മാസം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടപടിയില്ലാത്ത കാര്യമായിട്ടാണ്. ഞാൻ പറഞ്ഞു നീ ഒരു 10 രൂപ നോക്കും. 8 രൂപയ്ക്ക് കിട്ടിയാലും കുഴപ്പമില്ല. നമുക്കൊരു ചെറിയ ഇരിപ്പിടം, ഒരു മേശയും ഒരു കസേര ഇടാനുള്ള സ്ഥലം, അത്രയും മതി. ആ നോക്ക്, നീ നോക്കിട്ട് പറ. തിന്നാനൊന്നുമില്ലല്ലോടാ. ശരി ശരി. എന്ത് ഇത് മനുഷ്യന്മാര്, ഇത് നമുക്കിപ്പോ സിറ്റിയിലാണ് വാടക കൂടുതലെന്നാണ് എല്ലാരും പറയണത്. പക്ഷേ ഇതിപ്പോ കാട്ടാക്കട. ആർക്ക്? ഞാനേ നമ്മുടെ വി ഹെൽപ്പിന്റെ ഒരു ബ്രാഞ്ച് കാട്ടാക്കട കൂടെ തുടങ്ങിയാലോ എന്നുള്ള ഒരു ആലോചന. അങ്ങനെ അവിടെ ഒരു കട ഞാൻ നോക്കാൻ പറഞ്ഞിരുന്നു. ഷാജി നമ്മൾ പയ്യുണ്ട്, അവൻ വിളിച്ചിട്ട് എടാ ആദ്യം ഈ സ്ഥാപനം നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു, അതിനുശേഷം അടുത്തേക്ക് ചാട്. ഇരിക്കുന്ന മുമ്പേ കാല് നീട്ടരുത്. ഈ സ്ഥാപനം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അടുത്തൊരു ബ്രാഞ്ച് കൂടെ തുടങ്ങാനുള്ള ഒരു ഇതെങ്കിലും നന്നായി പോണ്ടേടി. നമ്മൾ ശ്രദ്ധ മാറിയാൽ അത് ഏത് കാര്യത്തിലാണെങ്കിൽ ശരി, നമ്മുടെ ശ്രദ്ധ മാറിയാൽ പിന്നെ അത് കയ്യിൽ നിന്ന് പോവും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് ഈ സ്റ്റേഷനിൽ അങ്ങനെ ഇരുന്ന് ഇന്നെ ഇവിടെ എല്ലാവരും കൂടെ ടെസ്റ്റ് എഴുത് പറഞ്ഞ് പ്രേരിപ്പിച്ചപ്പോൾ തന്നെ നീ ടെസ്റ്റ് എഴുതിയിട്ട് ഇപ്പൊ SI ആയത് തന്നെ. ഇല്ലെങ്കിൽ നീ ഇപ്പോഴും കോൺസ്റ്റബിൾ ആയിട്ട് ഇരിക്കുകയുള്ളൂ. തുടങ്ങിയിട്ട് 1 വർഷമെങ്കിലും ഒന്ന് ആവട്ടെടേ. പക്ഷെ അതിനെന്ത് ഇത്, അത് വേറെ സ്ഥലത്ത് നമ്മൾ ഒരു സംഭവം തുടങ്ങണതിന് എന്താ പ്രശ്നം? അപ്പൊ നീ ഇവിടെ ഇരിക്കും, അവിടെ ഇരിക്കോ? ഞാൻ രണ്ടിടത്തും ഓടിക്കൊണ്ടിരിക്കും. നിന്റെ ഇവിടുത്തെ ശ്രദ്ധ കുറയൂലേ? ഒരിക്കലും ഇല്ല. ഞാൻ എല്ലാം ക്യാമറയിൽ നമ്മൾ കണക്ട് ചെയ്യും. പിന്നെ ഫോൺ ക്യാമറ വെക്കും. മൊബൈൽ ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ചെയ്തേക്കുന്ന സമയത്ത് നമുക്ക് എന്തിനാ വന്നിട്ടുണ്ട്. ആണാ? ഭയങ്കര വിഷമത്തില. അമ്മായിനെ കല്യാണം കഴിക്കണ്ടായിരുന്നൊക്കെയാ പറയാ. കൊള്ളാം. അല്ല എന്ത്, അമ്മായിക്ക് ഇപ്പൊ അമ്മാവനെ ശ്രദ്ധിക്കാൻ സമയമില്ല. നേരം വെളുക്കുമ്പോ തന്നെ ഏതെങ്കിലും ബന്ധുക്കാരുടെ വീട്ടിൽ പോവും, ഭക്ഷണം ഒന്നും ഉണ്ടാക്കി വെക്കത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയിരിക്കും. ഇതൊക്കെ തന്നെ പരിപാടിയെന്നും. ഈ അമ്മാവൻ എന്ന് പറയുന്ന മനുഷ്യൻ നേരം വെളുത്ത സ്നേഹം മുഴുവനും ചീരയെടുത്താണ്, ചീരയും കെട്ടിപ്പിടിച്ചാണ് നടക്കണത്. ഇപ്പൊ അമ്മയോട് വന്ന് ഭയങ്കര പരാതി പറയും, സങ്കടപ്പെടുകയൊക്കെ ആയിരുന്നു. അമ്മയാണെങ്കിൽ അമ്മായിനെ വേണ്ട ചീത്ത. ബെസ്റ്റ്. ഈ അമ്മ എന്തിനാണ് ഇവരെ കാര്യങ്ങളിൽ ഇടപെടാൻ പോണത്? ചട്ടിയും കലമൊക്കെ ആകുമ്പോ തട്ടിയും മുട്ടിയിരിക്കും, അത് അടുക്കളയിൽ തീർന്നോളും, നമ്മൾ ഇടപെടില്ലേ. എടാ നിനക്ക് ഇത്രയും കാലമായിട്ട് അമ്മയുടെ സ്വഭാവം അറിഞ്ഞൂടെ? നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മ ഇടപെടൂലേ? അതുപോലെ തന്നെയാണ് അമ്മാവന്റെ കാര്യം. അമ്മാവെന്ന് പറഞ്ഞാൽ അമ്മയുടെ മൂത്ത മോനാ. അതിപ്പോ അമ്മാവനും അങ്ങനെ തന്നെയല്ലേ? അമ്മ എന്ന് പറഞ്ഞ ജീവനാ. എന്തെങ്കിലും ഇച്ചിരി ഉറുമ്പ് കടിച്ചാൽ തന്നെ ഓടി വന്ന് അമ്മേനോട് വന്ന് പറയും. അതാ ഇപ്പൊ ഓടി വന്ന് സങ്കടം പറഞ്ഞത്.
എന്നിട്ട് ഇപ്പൊ എന്താ പരിപാടി എന്താ അതുണ്ട്. ഞാൻ പറയണത് എന്താ പരിപാടി വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടായിരിക്കും. അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. അളിയൻ പറഞ്ഞാണ് ഇടപെടാതിരുന്നാല് നമ്മള് എന്തിനാ പറഞ്ഞത്, നമ്മളെ മൈൻഡ് ചെയ്യേണ്ടത് അത് മൈൻഡ് ആക്കല്ലേ. അത് ഇന്നല്ല അത് അവരെ സർക്കിളിൽ അങ്ങ് തീരുപിടിക്കും. നമ്മൾ അതിനകത്ത് ഇടപെടായിരുന്നാണ്. ഇപ്പൊ ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ പിന്നെ ഗമ കൂടും. അതാണ് പ്രശ്നം. മനുഷ്യന്മാർക്ക് എല്ലാം ഉള്ള കുഴപ്പം അത് തന്നെയാണ്. നിനക്കൊക്കെ ഉള്ളത് തന്നെയാണ്. ഇനി എല്ലാം പറഞ്ഞാൽ എന്റെ മുഖത്തോട്ട് കയറി. അല്ല, ഞാൻ പൊതുവെ പറഞ്ഞാണ്. പൊതുവെ പറയണ്ട. നമ്മൾ അഭിപ്രായം പറയുമ്പോ ആരെങ്കിലും ഒരു പക്ഷം പിടിക്കുന്നതായിട്ട് മറ്റൊരാൾക്ക് തോന്നും. എന്നാലും അമ്മായിയുടെ എന്തുവാണല്ലോ ഈ സ്വഭാവം? അതിപ്പോ അമ്മാവനാണെങ്കിൽ സമ്മതിച്ചിട്ടല്ലേ ഈ പോണത്. ഇത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ പൊക്കൂടെ ചേച്ചി? നിങ്ങൾ ഈ കുറെ നിങ്ങൾ ചിന്തിക്കണം. എറണാകുളത്ത് പോകുമ്പോ അമ്മായി ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ പിള്ളേരുണ്ട്, ഇത് കാര്യങ്ങളുണ്ട്. പിന്നെ നീ ഡാൻസ് ക്ലാസ്സിൽ പോണു, ഇവള് മറ്റേ മെമ്പർ വാർഡിൽ പോണു, ഞാൻ അവിടെ പോണു. ഇവിടുത്തെ കാര്യമൊക്കെ ചെയ്തു വെച്ചിട്ടാ പോണത്. അല്ല അമ്മ ഇരിക്കമ്മ. ചായ എടുക്കട്ടാ? അല്ല ക്ലീറ്റസേ, ഓ നിന്റെ ബി ഹെൽപ്പിൽ നിന്ന് എനിക്കൊരു വീട്ടുവേലക്കാരിയെ വേണം ലീലായന്റെ വീട്ടിലേക്ക്. ഒന്നും പറ്റിയതൊന്നുമില്ല. അവൾ ഈ നാടും വീടും ഒക്കെ ചുറ്റിയിട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ ചെറുക്കന് സമയത്ത് ആഹാരം ഒന്നും കിട്ടാതെ അവനൊന്നും വരരുത്. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ തന്നെ അവൻ ചീരത്തോട്ടത്തിൽ പോയി കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഹോട്ടലിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ സത്യത്തിൽ എൻ്റെ ചങ്കുരുകി പോയി. അതെ, അങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് അമ്മായിയോടൊന്നും ചോദിക്കണ്ടേ? അത് ശരി. അമ്മായിനോട് ചോദിച്ചിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. നിന്റെ കാര്യം നോക്കടി. പിന്നെ ഇനിയിപ്പോ അവള് ഞാൻ തട്ടത്തില് പൂവും വെള്ളവും എല്ലാം കൊണ്ടുവച്ചിട്ട് അവളോട് ചോദിക്കാം, ക്ലീറ്റസ് ഞാൻ പറഞ്ഞ കാര്യത്തിന് വല്ല നടപ്പ് ഇനിയുണ്ടാ? പ്രായമായ സ്ത്രീകൾ മതി ആരെങ്കിലും. പിന്നെ നല്ല വീറും വൃത്തിയായിരിക്കണം, നല്ല പാചകവും ആയിരിക്കണം. ചേച്ചി ഉണ്ട് ഒരാളുണ്ട്, ഒരമ്മ ഉണ്ട്. പക്ഷെ വേറെ ബന്ധുക്കളും ആരുമില്ല, ഒറ്റപ്പെട്ട് ജീവിക്കണാണ്. നന്നായിട്ട് പാചകവും ചെയ്യും. മതി 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 മതി. അത് നമുക്ക് നോക്കാം. ശരി, അത് നമുക്ക് സെറ്റാക്കാം. അല്ല ചേച്ചി, ഈ കനകനും പിള്ളേരൊക്കെ പറഞ്ഞ പോലെ ഗിരിജോടും കൂടി ആലോചിച്ചിട്ട് വിലക്കരി വെച്ചാ പോരെ? പേടി ചൂറി. അവളെയൊക്കെ വരുതിക്ക് നിർത്തേണ്ടത് ഇങ്ങനെ വേണം. നീ നോക്കിക്കോ അവളെ എങ്ങനെയാ വരുന്നതെന്ന്. എഴുന്നേക്കട അങ്ങോട്ട് പോ. ഒരിങ്ങിപ്പോ നീ പറഞ്ഞോണ്ട് വേണമെന്ന് വിചാരിക്കരുത്. സാധാരണ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ നിന്റെ അടുത്ത് ആവശ്യപ്പെട്ടാൽ നീ അതിന് 100 ന്യായങ്ങൾ പറഞ്ഞെന്നെ മാറ്റും. ഇപ്പൊ അമ്മ പറഞ്ഞോണ്ട് നീ പറഞ്ഞ കാര്യം എന്താണ്? ആളുണ്ടെന്ന് അളിയ അങ്ങനെ ഒരാളുണ്ട്. എങ്ങനെയുണ്ട്? ഇപ്പൊ നിങ്ങളോട് പറഞ്ഞില്ലേ അവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന്? ഞാൻ അമ്മാവന്റെ കാര്യത്തിലല്ല, അമ്മ പറഞ്ഞ കാര്യത്തിലല്ലേ ഇടപെടണത്. അമ്മയ്ക്കല്ലേ ആള് വേണമെന്ന് പറഞ്ഞത്. ഞാൻ നടത്തി കൊടുക്കും. ഒരു സ്ഥാപനത്തിന് ഒരു കച്ചവടം നടക്കട്ടെ. ഓണില്ലേ ഞാൻ ചുമ്മാ അല്ല കേരളത്തിലെ സ്ഥാപനങ്ങളൊന്നും വളരാത്തത്. ഇങ്ങനെ കുറെ പേരുണ്ടെങ്കിൽ എല്ലാം അടച്ചു പൂട്ടും. 10 പൈസയുടെ കച്ചവടം നടക്കാൻ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഇവർക്ക് വേണ്ടെന്ന്. ചേച്ചിയെ ഓ ഇറങ്ങാ, ഞാൻ ഇറങ്ങാ. പിന്നെ ക്ലീറ്റസ് പറഞ്ഞിട്ട് പോയി ജോലിക്കാരിയായിട്ട് നിന്റെ വീട്ടിലോട്ട് വരുമെന്ന്. നീ അവിടെ ഉണ്ടാവുമോ? ഞാൻ ഇപ്പൊ നേരെ ചീരത്തോട്ടത്ത് പോവും, അവിടുന്ന് നേരെ വീട്ടിൽ പോവും. പിന്നെ നീ വിഷമിക്കൊന്നും വേണ്ട. വീട്ടിൽ ജോലിക്കാരി വന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഗിരിജ ഓടി ഇനി വന്നേക്കും. വന്നാ മതിയായിരുന്നു. കൊണ്ടുവന്നാ ശരി, പോയിട്ട് വാ. ഗിരിജമലയാളി വീട്ടിൽ ഷെഫിനെയൊക്കെ വെച്ചത് കേട്ടല്ല? ആര് പറഞ്ഞു? തീറ്റമച്ചമ്പി ചീരത്തോട്ടത്തിലെ ബംഗാളിയോട് കാണിക്കുന്ന ജാടയും പത്രാസൊന്നും അവരുടെ അടുത്ത് കാണിക്കല്ലേ. അവര് കളഞ്ഞിട്ടോ പിന്നെ പട്ടിണി കിടന്ന് നൂലാവുവേ. നീ പോടാ വിവരദോഷം. അമ്മേ കഴിക്കാൻ വല്ല ഇരിപ്പുണ്ടോ? അവിടെ ഒന്നും ഇല്ലേ? അല്ലാത്തോണ്ടല്ലേ ചോദിച്ചോ? എന്നാ കയറി വാ, ഉണ്ടെങ്കിൽ അടുത്ത് കഴിച്ചിട്ട് പോ. പോയേക്കാം, വിളിച്ചില്ലേ? ഉണ്ടാവില്ലേ? വാതില് എപ്പോഴും തുറന്നു മലത്തിട്ടേക്കണ ഈ വാതില് കേട്ടാ. ഈ ഡോർ എന്തിനാ ഇങ്ങനെ തുറന്നിട്ടേക്കണതാ? തക്കുളും അപ്പുറത്തേക്കണ്, അത് അടച്ചിടണ്ടേ? ഞാൻ അതൊക്കെ ഇന്ന് ഉച്ചക്കുള്ള ചോറിന്റെ കറികള്, പ്രത്യേകിച്ച് അവിയല്, പിന്നെ ചീരത്തോരൻ. നല്ല പാട്. അവിയലും ചെയ്തോണ്ട് ഞാൻ ഉണ്ടാക്കിയില്ലല്ലോ. ഞാൻ അമ്മാവന്റെ വീട്ടിൽ നിന്ന് കഴിച്ച കാര്യം പറയാ. നീ തന്നത് ഇതിനകത്ത് തന്നെ ഉണ്ട്.
അത് കൊള്ളാം. ഓ പറഞ്ഞോ, പുതിയ വേലക്കാരി അപ്പോയിന്റ് ചെയ്തല്ലോ. അവന് ചാരം കഴിച്ച അടിപൊളി സത്യം. ഏത് കറി മികച്ചതെന്ന് പറയാൻ വയ്യ. എല്ലാം ഒന്നിനും മികച്ച. എന്തൊക്കെ ഉണ്ടായിരുന്നു? ചെമ്മീൻ ചമ്മന്തി എന്തായിരുന്നു, പിന്നെ മറ്റേ ചീര അവിയലും അല്ലെ, ചീര തോരനും പച്ചക്കറി അവിയലും എല്ലാം നല്ല ടേസ്റ്റ് കേട്ടാ. പുളിശ്ശേരി എന്റെ പൊന്നെ, മാമ്പഴ പുളിശ്ശേരി. ഓ എന്റെ പൊന്നോ, മാനഭാഗ്യം. അല്ല അമ്മയ്ക്കിപ്പോ എന്തായാലും സമാധാനാവുമല്ലോ. അമ്മ വല്ലതും തിന്നു കുടിച്ച് കിടക്കണമെന്നുള്ളത് മനസ്സിലാവുമല്ലോ. ഇപ്പൊ വരുമ്പോ എന്നെ വിളിച്ചു ചേർത്തിട്ട് എടാ എന്തരായി എങ്ങനായി എന്തായി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് സമാധാനമില്ല. അമ്മ അങ്ങനെ ഒരു ജന്മം. അല്ല മച്ചമ്പേ, നമുക്ക് ഇവിടത്തേക്കൊരു വിലക്കാരി സെറ്റ് ചെയ്താലോ? അഥവാ 3 നേരം വൃത്തിയായിട്ട് വല്ലതും കഴിക്കാലോ. നീയേ ഇനി മുതൽ അവിടെ ഹെൽപ്പ് ചെയ്ത് പോയി കഴിക്കടാ. നീ നിനക്ക് വെച്ചുണ്ടാക്കി തരുന്നത് എന്താടാ കുഴപ്പം? എന്താടാ അല്ല കുഴപ്പമുണ്ടെന്ന് പറഞ്ഞില്ല, കുറച്ചുകൂടെ രുചിയായിട്ട് കഴിക്കണം. ഇപ്പൊ ഇവിടെ ഒരു ജോലിക്കാരി വെച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ജോലിക്കാരന് വെച്ചത് എന്നെ കുറ്റം പറഞ്ഞിട്ട് വേണ്ട. ഇവൻ നോക്ക്, എന്നെ കൊണ്ട് ആയുധം എടുപ്പിക്കരുത്. നീ കുടുംബകലഹം ഉണ്ടാക്കൂ. എന്ത് അവിടെ വി ഹെൽപ്പിൽ ഒരു വേലക്കാരി നിൽക്കുന്നത് തന്നെ ഇപ്പൊ ആകെ സമാധാനം ഇല്ലാതെ ഇരിക്കുകയാണ്. നീ അടുത്ത് നീ വേലക്കാരി ഇവിടെ വെക്കാം. അവൾ ഉണ്ടാക്കി തന്നെ മര്യാദയ്ക്ക് തിന്നോണ്ട് ഇവിടെ കിടക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നിന്റെ ആഹാരം മുട്ടും. ഇല്ലേ? അല്ല പിന്നെ ഈ ശർമ്മള ചേച്ചി അവിടെ വെച്ചാല് ഇവിടെ എന്താണ് തലവേദന? എനിക്ക് അറിഞ്ഞോടാ, നീ എന്നാ എന്റെ ചേട്ടത്തി എടുത്ത് പോയിട്ട്. അല്ല ഒരു കാര്യമില്ല, തങ്ങഞ്ഞോട്ടത്തേക്ക് ഇങ്ങനെ തലവേദന ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ശർമ്മളെ കെട്ടാന്ന് വാക്ക് കൊടുത്ത് ഓണം അവന്റെ പണി നോക്കിയിട്ട് ആവശ്യമില്ലാതെ അത് എന്താ 40+ ട്രെൻഡാണെന്നൊരു പറച്ചിലുണ്ട് യൂട്യൂബിലൊക്കെ. നീ കളിക്കല്ലേ റൊണാൾഡേ പോ. കടുങ്കയൊന്നും ചെയ്യല്ലേ, മുത്തിനെ കെട്ടിക്കണ്ടാണ്. പോടാ അന്തരത്ത് ഇങ്ങനെ ഒരെണ്ണത്തിന് അല്ല, ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ ഉണ്ടല്ലോ വെള്ളം കണ്ടാൽ പോലും അതിന്റെ അടുത്തൂടെ പോകില്ല. അത് നിനക്കറിയോ? അതിനെങ്ങനെയാ നീ ഇവിടെ അവൾ അവിടെ ഇല്ലേ? ഇതെല്ലാം അറിയാമോ? പൂച്ച പൂച്ച വരുന്നടി വരുവാണ്. എപ്പ എത്തി? കടന്നല്ലൂത്തിയ നിങ്ങളുടെ അമ്മാവൻ കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ? കുറച്ചു ദിവസം ഞാൻ അവിടെ ഇല്ലായിരുന്നപ്പോഴത്തേക്ക് ജോലിക്കാരി വെച്ചിരിക്കുവാ. അപ്പൊ അമ്മായി കാര്യമൊന്നും അറിഞ്ഞില്ല അല്ലേ? ഇല്ല. എന്തുപടി? അമ്മാവൻ വെച്ചതല്ല, പിന്നെ അമ്മ പറഞ്ഞിട്ട് വെച്ചതാ. എന്നിട്ട് അങ്ങേരൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അമ്മാവൻ ഒരു ദിവസം ഇവിടെ വന്നു. എന്നിട്ട് അമ്മായിനെ പറ്റിയിട്ടുള്ള കുറെ സങ്കടങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ നേരെ ക്ലീറ്റോ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ക്ലീറ്റോ ചേട്ടന്റെ ഓഫീസ് വഴി ഏതെങ്കിലും വേലക്കാരിനെ കിട്ടുമോന്ന് ചോദിച്ചു. അങ്ങനെ ക്ലീറ്റോ ചേട്ടൻ വെച്ചതാ. അമ്മാവന്റെ സങ്കടം എന്താണെന്നറിയാമോ? എന്താ? അമ്മായി അമ്മാവനെ നോക്കണില്ല. 24 മണിക്കൂറും ബന്ധുക്കാരുടെ അടുത്ത് പോവുകയാണ്, അമ്പലത്തിൽ പോവുകയാണ്. അതല്ലാതെ അമ്മാവന്റെ കാര്യങ്ങൾ നോക്കണില്ല. കല്യാണം കഴിച്ചത് വെറുതെ ആയി പോയി എന്നൊക്കെയാണ് ഭക്ഷണം പോലും അമ്മാവൻ പുറത്തുനിന്നാ കഴിക്കുന്നത്. എന്റെ കൊച്ചു അങ്ങേരോട് ചോദിച്ചിട്ടാ ഞാൻ എല്ലായിടും പോകുന്നേ. ചോദിച്ചിട്ട് പോവായിരിക്കും, പക്ഷെ അമ്മായിനോടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോ വിടുവായിരിക്കും. പക്ഷെ അത് തന്നെ ഒരു തരവാക്കി എടുക്കാൻ പാടില്ല. അമ്മാവന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് വേണ്ടേ പോവാനായിട്ട്. ചേച്ചിയോട് ഒന്ന് പറഞ്ഞോ? അമ്മ നല്ല ദേഷ്യത്തില. ചേച്ചിയോടെ അമ്മ കിടക്കുമായിരിക്കും. എന്നാ ഞാൻ പോട്ടെ. ചേച്ചി വഴക്ക് പറയും. വഴക്ക് എന്തായാലും പറയും. എന്താണെങ്കിലും വഴക്ക് കിട്ടും. അത് ഇന്നേ വാങ്ങിച്ചോണ്ട് വാങ്ങിച്ചിട്ട് ഒക്കെ ഒന്നും മിണ്ടണ്ട. ആ വേലക്കാരനെ കണ്ടോ? എന്നിട്ട് വേലക്കാരിയെ കണ്ടു. നല്ലൊരു അമ്മയാ. എന്തൊരു വൃത്തിയാന്നറിയാവോ? രാവിലെ എണീച്ച് അടിച്ച് വാരി കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടേ അടുക്കളയിൽ കയറത്തുള്ളൂ. അതോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്തൊരു ടേസ്റ്റാന്നറിയോ? എന്നെ കൊണ്ട് ഒരു പണി ചെയ്യിക്കത്തില്ല. അമ്മായി ഫോൺ വിളിച്ചല്ലോ. നല്ല കാര്യമായി. നല്ലതൊക്കെയാ. വരുന്നുണ്ട് മോളെ. നീ വന്നോ? വേണ്ട, കല്യാണം കഴിഞ്ഞാല് അവിടെ ഭർത്താവാണ് അവർക്ക് ഏറ്റവും വലുത്. അത് നീ മനസ്സിലാക്കണം. അല്ലാതെ എൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ചുറ്റിക്കറങ്ങലല്ല വേണ്ടിയത്. കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ല, നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി? എത്ര ആളിനെ അയച്ച്, എത്ര ഫോൺ ചെയ്ത്? നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയാ? നീ ഒന്നും എത്ര നാളായി ഇവിടെ വന്നിട്ട്? എന്നിട്ട് ഞാൻ കാര്യമായിട്ട് പറയുകയാണ്, നിനക്ക് ദേഷ്യം വന്നാലും ശരി തന്നെ, കണ്ണിങ്ങനെ അടച്ച് കാണിച്ചാൽ പോരെ എന്നെ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കണം. അല്ല, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പറയുന്നതൊന്നും കേൾക്കുന്ന അത്ര ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. നിനക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി തന്നെ, പറയാനുള്ളത് ഞാൻ പറയും. നിനക്ക് ഇഷ്ടമുള്ളത് നീ സ്വീകരിക്കും, അല്ലെങ്കിൽ തൂന്ന് പറഞ്ഞങ്ങ് തുപ്പിക്കള. ഞാൻ വക വെച്ച് തരത്തില്ല. കുറച്ച് ഞാൻ സഹിച്ച്. അത്രേ ഉള്ളൂ. ഇതങ്ങ് വാങ്ങിച്ചിട്ട് പോണെങ്കിൽ പോ.
അല്ല ഇനിയിപ്പോ ഇനി പോകണ്ട. പോകുന്നില്ല. ഇനി എന്തിനാ പോകുന്നേ? അമ്മായി വിഷമിക്കണ്ട അമ്മായി. അമ്മായിക്ക് അമ്മ നല്ലത് കൊടുത്തിട്ടുണ്ടെന്ന്. അടിക്കാൻ പിടിക്കാലും ചെയ്ത അടിച്ചില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം പറഞ്ഞു. അറിയാലോ. ഞാനത് അത്ര കാര്യമൊന്നും ആക്കിയിട്ടില്ല. എന്റെ കയ്യിലെ തെറ്റല്ലേ. അമ്മായി എന്ത് തീരുമാനിച്ച? എന്ത് തീരുമാനിക്കാൻ? അമ്മായി അമ്മാവന്റെ കാര്യങ്ങളൊക്കെ മര്യാദക്ക് നോക്കുവാണെങ്കിൽ ആ ജോലിക്കാരനെ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. എന്ത് തീരുമാനിച്ച? അമ്മാവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്. അപ്പൊ എല്ലാം പഴയതുപോലെയായി. വേണ്ടേ? നിങ്ങളുടെ അമ്മാവന്റെ സമ്മതം ഇല്ലാതെ ഞാൻ ഇനി എവിടേക്കും പോകത്തില്ല. ചേച്ചിയുടെ വായിന്ന് അത്രയ്ക്ക് കേട്ടു. ക്ലീറ്റോ, എങ്ങനെയെങ്കിലും ആ വീട്ടു ജോലിക്കാരി ഒന്ന് ഒഴിവാക്കി തരുവാടാ. ഇത് എന്ത് പരിപാടിയാണ് അമ്മായി ഇതേ? ഞാൻ അമ്മ എൻ്റെ അടുത്ത് നിർബന്ധിച്ചോണ്ട് മാത്രമാണ് ഞാൻ വേറെ വീട്ടിൽ നിന്ന് അവരെ അവിടെ നിന്ന് പൊക്കി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി തന്നത്. അവരാണെങ്കിൽ ഞാൻ പറഞ്ഞ ആരും പേരും ഇല്ലാത്തൊരു സ്ത്രീയാണ്. പെട്ടെന്ന് എടുപിടി എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് ഇറക്കി വിട്ടാ അവർ എവിടെ പോവും? അതിന് ആ വന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്. പിന്നെ അവിടെ വേറെ ആളായി. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്ക്. നിങ്ങൾ ഈ പറയുമ്പോൾ പെട്ടെന്ന് എടുത്ത് നോക്കാനൊന്നും ഇവിടെ എടുത്തു വെച്ചിട്ടില്ല. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഒരിടത്ത് നിന്ന് വരുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യണതാണ്. എടാ ധൃതി വേണ്ട, പതുക്കെ മതി. എന്നാലും SP സാറിനോട് ഇടയ്ക്ക് ഒരു ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ. നീ ഒന്ന് സംസാരിച്ചത് കറക്റ്റ് എങ്കിൽ നമുക്ക് ഇവരെ അങ്ങോട്ട് ഇടാം. അത് കുഴപ്പമില്ല. നീ എവിടെയെങ്കിലും ഒന്ന് ആക്കി കൊടുക്കണം. പിന്നെ പാവല്ലേ, അല്ല അത് മര്യാദ. അവർ ഒറ്റപ്പെട്ട് ഉള്ള ആളാണ്. സാറിന് വിളിച്ചോട്ടെ. അത് വേണം, സംഭവം എന്തായാലും വേണം. നീ അത് അതിനുള്ള പ്ലാൻ ചെയ്തോ? അമ്മ ഫ്രണ്ടോട്ട്. അമ്മ ഇനി ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇനി ആളെ വേണമെന്നുണ്ട് ഇതുപോലെ എടുത്ത് ആളെ കളയാ. ഇതൊന്നും നടക്കണ കളി, പിള്ള കളിയല്ലേ ഇത് കേട്ടോ. ഇല്ലടാ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അമ്മ ഇത് നമ്മുടെ സ്ഥാപനത്തിനതേ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇന്നലെ രാത്രിയൊക്കെ അത് ആലോചിച്ചിട്ടുണ്ടിരുന്നത്. ഇപ്പൊ അമ്മാവൻ അവിടെ ആളെ വെച്ചില്ലേ, ജോലിക്ക് ആളെ വെച്ചില്ലേ, അതുപോലെ നമ്മളിവിടെ ഇങ്ങനെ എനിക്ക് എന്താ ഇഷ്ടം എന്നറിയാം, ഇവിടെ അങ്ങനെ ഒരാളെ വെക്കണം. എന്നിട്ട് രാവിലെ അങ്ങനെ ഇരുന്നേക്ക് അലാറം ഒന്നും വെക്കണ്ടല്ലോ, അലാറം വെക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ കിടന്നുറങ്ങുമ്പോഴത്തേക്കും മോളേതേ ചായ എന്നും പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് ചായ വെക്കുന്നു. എന്ന് പറഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് വായും കഴുകി ചായ കുടിച്ച് കുളിച്ച് റെഡിയായി ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവരുണ്ടാക്കി വെക്കും. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് ബാഗിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് 2 വീലറും കൊണ്ട് ഇങ്ങനെ പോണം. പോയിട്ട് ഈ തിരുവനന്തപുരത്ത് വേറൊരു സ്ഥലം ഉണ്ടല്ലോ, ഈ നല്ല പെണ്ണുങ്ങളൊക്കെ ജോലി ചെയ്യണ നല്ല ഭംഗിയുള്ള പെൺപിള്ളേരെ, അത് തന്നെ അവിടെ ജോലിക്ക് പോണം. അവിടെ അപ്പൊ ഞാൻ പറയട്ടെ, ഇവിടെ ഒരു ജോലിക്കാരിനെ വെക്കും. എന്നിട്ട് ചേച്ചി അടുത്ത് ഇവിടുന്ന് അവരുണ്ടാക്കി വെച്ച മറ്റേ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ എടുത്ത് കൊണ്ടുപോയി ബാഗിലേക്ക് പോയിട്ട് അവിടെ പോയി ചേച്ചി മറ്റേ തൂപ്പ് ടെക്നോ പാർക്കിന്റെ ചേച്ചിക്ക് വേറെ ജോലി കിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ ജോലിക്കാരി നോക്കും, ചേച്ചി വേറെ സ്ഥലത്ത് പോയി ജോലി എടുക്കും. എന്നിട്ട് ആ പൈസ കൊണ്ട് ഇവർക്ക് കൊടുക്കും. അതേ നമുക്ക് നടക്കും. അതുകൊണ്ടല്ലേ വെക്കണില്ലല്ലോ, ഞാൻ തന്നെ ഞാൻ പറയട്ടെ, അമ്മായിക്ക് അഹങ്കാരം. അമ്മായിക്ക് ഈ അവിടെ ഇത്രയും വലിയൊരു വീട്ടില് നല്ല സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ കഴിയാണ്ട് അമ്മായി ഇങ്ങനെ നടക്കുക. ഒരു മനുഷ്യനില്ലേ ഇത്? അമ്മായിക്ക് അതൊന്നുമല്ല. അമ്മായി ഇങ്ങനെ ഓരോ അമ്പലം തോറും നടന്നു. ഇത് എത്രമാത്രം അമ്പലത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ എടി എല്ലാവരും എല്ലാ ദിവസവും അമ്പലത്തിൽ പോയിരുന്നു വിചാരിച്ചിട്ട് അവിടെ തന്നെ കിടക്കും. നമ്മള് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ബാക്കിയുള്ള അതെ ഒരു എന്ത് പറയാനാ. 100 പൈസ കേട്ടോ അമ്മായി. എന്റെ അമ്മേ, ഹലോ, എന്താ അമ്മായി? അയ്യോ എപ്പാ ആണോ? എന്താടി? അല്ല ക്ലീറ്റോ ചേട്ടനെ വിളിച്ച് പറഞ്ഞാ ആണോ? അയ്യോ ശരി വിളിക്കണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്താ എന്റെ ചേച്ചി, ആ അമ്മയില്ലേ ജോലിക്ക് നിന്ന, അവര് ബാത്റൂമിൽ അടിച്ചെന്തല്ലേ വീണെന്ന്. എന്തൊരു നാക്കാടി നമ്മുടെ. നമ്മളതിനൊന്നും അവരൊന്നും പറഞ്ഞില്ലല്ലോ, നമ്മൾ അമ്മായിനല്ലേ പറഞ്ഞത്. എന്നാലും നമ്മളിപ്പോ ആ കാര്യം പറഞ്ഞോണ്ടല്ലോ ഇരുന്നത്. എന്തു പറ്റിയെന്ന്? കാലൊടിഞ്ഞ? കാലിന് എന്തോ പറ്റിയെന്ന് ഇപ്പൊ ക്ലീറ്റോ ചേട്ടനെ വിളിച്ചോണ്ടപ്പോ ക്ലീറ്റോ ചേട്ടൻ ഹോസ്പിറ്റലിലോട്ട് ചെന്നിട്ടുണ്ടെന്ന്. നല്ല കാര്യമായി പോയി. പാവം അമ്മയ്ക്ക് ആരും ഇല്ലാത്ത ആരും നോക്കും. സത്യം, അത് വീടോടുകൂടി നിക്കണ ഒരു സ്ത്രീയായിരുന്നു. പറഞ്ഞതോ നല്ല ഭക്ഷണമാന്നൊക്കെ പറഞ്ഞതാ. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ.
ഹോസ്പിറ്റലിലെ ബില്ല് മുഴുവൻ ഞാൻ കെട്ടി. ഇനി അവരെന്നെ ക്ലീറ്റോ നോക്കട്ടെ. എങ്ങനെ ആ എങ്ങനെ നീ നോക്കണം. ആ അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. അതെന്ത് വർത്താനാണ് അമ്മാവൻ പറയണത്? അമ്മ അത് ആരുടെ വീട്ടിൽ ജോലിക്കാണ് നിന്നത്? അവര് നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്ന് അവിടെ വെച്ചിട്ടാണ് അവർക്ക് അപകടം സംഭവിച്ചത്. അപ്പൊ അവരങ്ങോട്ട് നോക്കാം, അവർ എണീറ്റ് നടക്കണവരെ നോക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ബില്ലൊക്കെ അടിച്ചില്ലേ, നീ നോക്കണം. അയ്യേ, ആ രീതിയിലുള്ള വർത്താനൊന്നും പറയല്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞ അമ്മയുടെ അവർ വേറൊരു വീട്ടിൽ നിൽക്കണേണ്, അവർക്ക് ആളും പേരും ആരും ഇല്ല, ഒറ്റപ്പെട്ടതാണ്. അങ്ങനെ ഇത് വഴി കൊണ്ടിടാനൊന്നും പറ്റൂല, അമ്മാവൻ നോക്കിയേ പറ്റുള്ളൂ. അത് നമ്മുടെ കുടുംബത്തിൽ ആരുമല്ല, ബന്ധുവല്ല, ഒന്നുമല്ല. അങ്ങനെ ഒരു സ്ത്രീനൊക്കെ വയ്യാണ്ട് കിടക്കുമ്പോൾ നോക്കുക പറഞ്ഞാൽ അത് എവിടുത്തെ നിയമം? അത് അയ്യോ, നിങ്ങളെ പെണ്ണുമ്പിള്ള മര്യാദക്കിരുന്നെങ്കിൽ അവരവിടെ വരേണ്ട കാര്യമില്ലല്ലോ. അല്ല അമ്മ, സംഭവം ഇപ്പൊ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലെ ഇപ്പൊ നമ്മളൊരു ആവശ്യം പറയുന്ന സമയത്ത് മറ്റൊരു വീട്ടിൽ നിന്ന് സ്ത്രീയാണ് നമ്മൾ വിളിച്ചോണ്ട് വന്നത്. ഈ വന്ന ആൾക്കാണെങ്കിൽ വേറെ ആരും ഇല്ല, ബന്ധുക്കളാരും ഇല്ല, കയറി പോകാനൊരു ഇടവുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യത്വമില്ലാത്ത പരിപാടി ആയിപ്പോ. നമ്മളെ വീട്ടിൽ ജോലിക്കിടയിലാണല്ലോ അവർക്ക് അപകടം പറ്റിയത്. അപ്പൊ കുറച്ച് ദിവസമെങ്കിലും നമ്മൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഞാൻ നോക്കണം. അവര് ഇപ്പൊ അവര് ചെയ്തോണ്ടിരുന്ന പണി പോയി. അവിടെ നിന്നാണ് ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നത്. നിങ്ങളിങ്ങനെ കൈയൊഴിഞ്ഞ നിങ്ങൾക്കൊക്കെ തോന്നുമ്പോ പല സ്വഭാവം കാണിച്ചിട്ട് അതൊന്നും ശരിയാവില്ല. അതൊക്കെ എവിടുത്തെ നിയമം? ആരോട് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനം നടത്തണേണ്. എന്റെ സ്ഥാപനത്തിന് ചീത്ത നീ നോക്കാവുന്ന അവര് നിങ്ങളെ വീട്ടിൽ വെച്ച് വീണ് നിങ്ങളാരെങ്കിലും തള്ളിയിട്ടാണെന്ന് എന്താ ഉറപ്പ്? കൊന്നൂന്ന് വേണം വിളിച്ചു പറഞ്ഞു. അതിന്റെ ശരി എന്ത് ശരിയെന്നാ നിങ്ങൾ പറഞ്ഞു? പിന്നെ അത് നടക്കണ കാര്യമൊന്നുമല്ല. ഈ വൃത്തിയായിട്ട പരിപാടി കാണിക്കരുത്. നിങ്ങളെ ചീരത്തോട്ടത്തിൽ ഇരിക്കുന്ന ഒരാളിന് അപകടം പറ്റിയ വഴിയിലെങ്കിലും ഇത്രയും കാലം അവര് നിങ്ങൾക്ക് വെച്ച് വിളമ്പി തന്നില്ലേ, ഇനി അവർ എഴുന്നേക്കുന്നവരെ ഗിരിജ അവർക്ക് വെച്ച് വിളമ്പി കൊടുക്കണം. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കലക്കി. വീട്ടുജോലിക്കാരിക്ക് വീട്ടുകാരി ജോലിക്കാരിയായി. കലികാലം.